ഫോൺ വിളിച്ചതിനെ തുടർന്നുള്ള തർക്കം കൂട്ടയടിയിൽ കലാശിച്ചു. കണ്ണനല്ലൂർ മീയണ്ണൂർ ഭഗവാൻ മുക്കിലാണ് സംഭവം. ഇവിടെ പ്രവർത്തിക്കുന്ന മുനീറിന്റെ പ്രവാസി ഹോട്ടലിലാണ് സംഘർഷമുണ്ടായത്. പ്രദേശവാസിയായ പ്രമോദ് ഹോട്ടലിൽ ചായ കുടിക്കുന്നതിനിടെ ഒരാൾ പ്രമോദിനെ ഫോൺ ചെയ്യുകയും മദ്യപിച്ചെത്തിയ നാലംഗ സംഘം കടയിലെത്തിയ പ്രമോദിനെയും സുഹൃത്തായ രാഹുലിനെയും ആക്രമിക്കുകയായിരുന്നു. ഞാൻ താഴെ പാത്രം കൊണ്ട് വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അന്നേരം മുനീർക്ക ഓടിക്കൊണ്ട് പോകുന്നത് ഞാൻ കാണുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ചെരുപ്പ് നിന്നുകൊണ്ട് ഞാൻ വഴക്ക് കേട്ടോണ്ട് ഞാനും ഓടി. അങ്ങനെ ഓടിച്ചെന്നപ്പോൾ ഇവരൊത്തിരി ഗുണ്ടകളാണ്. 6 പേരുണ്ടായിരുന്നവർ. 6 പേരും കൂടിയാണ് ഇത്രയും സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ച്. ഞാൻ ചെന്ന എന്തോ ആണെൻ്റെ പേരെനിക്കറിയത്തില്ല, ഒരു പട്ടാളക്കാരനാണ്. അയാളെ പിടിച്ച് മാറ്റി വീണ്ടും തിരിച്ച് ഞാൻ അങ്ങോട്ട് ഓടിച്ചപ്പോൾ വീണ്ടും തിരിച്ചു വന്നാണ് ഇവർ അത്രയും കസാരകൾ ഒരു പാവപ്പെട്ടവൻ്റെ കട അടിച്ച് തകർത്തത്. പ്രദേശവാസിയായ പ്രമോദ് ഹോട്ടലിൽ ചായ കുടിക്കുന്നതിനിടെ പ്രതികളിൽ ഒരാൾ പ്രമോദിനെ ഫോൺ ചെയ്യുകയും മദ്യപിച്ചെത്തിയ നാലംഗ സംഘം കടയിലെത്തി പ്രമോദിനെയും സുഹൃത്തായ രാഹുലിനെയും ആക്രമിക്കുകയുമായിരുന്നു. സംഘർഷം നടക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ വന്ന സമീപത്തെ കടയുടമ ലിജിനെയും സംഘം ആക്രമിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ ഇളവൂർ സ്വദേശികളായ പ്രമോദ്, രാഹുൽ എന്നിവർ അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സമീപത്തെ കട നടത്തുന്ന ലിജിൻ, ഹോട്ടലിലെ ജീവനക്കാരിയായ രമണി എന്നിവർക്ക് നിസാര പരിക്കുണ്ട്. അക്രമികൾ കടയിൽ 50,000-ഓളം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയതായി കടയുടമ പറയുന്നു. ഇളവൂർ സ്വദേശികളായ രാഹുൽ, ഷിജു, സൂരജ്, കണ്ടാലറിയാവുന്ന ഒരാളായ സുൽത്താൻ എന്നിവർക്കെതിരെ കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തു. ഇന്നലെ വൈകിട്ട് 4 മണിയായപ്പോൾ എന്നും എല്ലാ സമയത്തും ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നല്ല രീതിയിൽ പോകുന്നൊരു കടയാണിത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നലെ ഒരു 4 മണിയായപ്പോൾ പ്രദേശത്ത് ഇവിടെ ഉള്ള നമ്മുടെ 2 സുഹൃത്തുക്കൾ അവർ വന്ന് ഇവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇവിടെ തന്നെ ഉള്ള ഈ പ്രദേശത്തുള്ള ഒരു 3 യുവാക്കൾ അവർ നല്ല രീതിയിൽ മദ്യപിച്ച് നല്ല രീതിയിൽ അവരെ മദ്യപിച്ചത് തന്നെയാണോ എന്ന് തന്നെ സംശയമാണ്. ആ രീതിയിലാണ് അവരുടെ ഒരു വരക്കം. എന്നിട്ട് ഫോണിൽ കൂടെ ചീത്ത വിളിക്കുമെന്ന് ചോദിച്ചിട്ട് ഇവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന 2 പേരുമായിട്ട് സംസാരിച്ച് ആദ്യം സംസാരമായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകളായി. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും പോയി ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ പിടിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ഇവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോയിട്ട് പിന്നെ വന്ന് കൈ കിട്ടിയ വടികളും അവരുടെ കയ്യിലുണ്ടായിരുന്ന കമ്പികളും അതുമൊക്കെ വെച്ചിട്ട് 2 പേരെ ഇവിടുത്തെ നല്ല രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.